ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എബനേസർ ഗോസ്ബൽ ടിവിയിൽ അടിയന് വന്ന് പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എബ്രാഹിംകുട്ടി സാറിനോടുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ള ഭാഗമാണ്. അതിൽ നമ്മളിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്, നമ്മളോട് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത്, ആദ്യം പ്രത്യേകിച്ച് തൃത്വ ബന്ധക്കോസുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം, അല്ലെ? രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതിയോ? പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു ചിന്ത എന്താണ്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് അവസാനിച്ചു എന്നുള്ളതാണ് പലപ്പോഴും പലരുടെയും ചിന്ത എന്ന് പറയുന്നത്, അല്ലെ? അതുകൊണ്ട് പല ആളുകളും രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. രക്ഷ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. കോട്ടയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, കോട്ടയത്ത് തങ്കു ബ്രദറിന്റെ ഹെവൻലി ഫീസിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷ മാത്രമേ അവിടെ പഠിപ്പിക്കത്തുള്ളൂ, വേറൊന്നുമില്ല. പിന്നീടുള്ളതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം സ്നാനം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അതൊരു സ്വർഗത്തിൽ കുറച്ചുകൂടെ പ്രിവിലേജ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുഖ്യ സ്ഥാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് പിന്നീടുള്ള സ്നാനവും കാര്യങ്ങളൊക്കെ. രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി, വേറെ ഒരു കാര്യങ്ങളും സ്നാനപ്പെടണമെന്ന് വലിയ നിർബന്ധമില്ല എന്ന് പഠിപ്പിക്കുന്ന അങ്ങനെ പല പഠിപ്പീരുകൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ തൃത്വ ബന്ധക്കോസുകളിൽ കണ്ടുവരുന്നുണ്ട്. കാരണം അതിന്റെ അടിസ്ഥാനം നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, തൃത്വത്തിൽ നിന്നാണ്. അതായത് 3 ദൈവങ്ങൾ അല്ലെങ്കിൽ 3 വ്യക്തികൾ കൂടുന്ന ദൈവത്തിൽ നിന്നുമാണ് അവർ കൂടുതലായി അവർക്ക് ആശയങ്ങൾ ലഭിക്കുന്നതും ആത്മീയ ജ്ഞാനം കിട്ടുന്നതും വരം കിട്ടുന്നതും ഒക്കെ ഈ 3 ദൈവങ്ങളിൽ നിന്നാണ് അവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. അവരെയൊക്കെ സഭയുടെ അവരുടെ ഉപദേശ സംഹിതകൾ എഴുതപ്പെട്ടിരിക്കുന്നതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന, ഒരു ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു. ആ ദൈവം 3 വ്യക്തികളാണെന്ന് പറയുന്നു. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 4 പേരുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് ഇവരുടെ രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറയുന്ന നമ്മുടെ മുമ്പിലുള്ള ഈ 66 പുസ്തകം എന്ന് പറയുന്നത്. രക്ഷയ്ക്ക് വളരെയധികം രക്ഷിക്കുക, രക്ഷപ്പെടുക, അല്ലെ, രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അത് പല ലേഖകന്മാരാൽ അതങ്ങനെ എഴുതിയിരിക്കുകയാണ്. പ്രവാചകന്മാർ മുഖാന്തരം, മോശ മുഖാന്തരം, അപ്പോസ്തലന്മാർ മുഖാന്തരം, അങ്ങനെ രാജാക്കന്മാർ മുഖാന്തരം, ഇടയന്മാർ മുഖാന്തരം അതിങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെക്കുറിച്ച്. അപ്പോ അതിന് വലിയ പ്രാധാന്യം, രക്ഷിക്കപ്പെടുക എന്നീ കാര്യങ്ങളൊക്കെ ദൈവവചനം ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവവചനം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ച എന്ന് പറയുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? നമ്മള് സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 27-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, സങ്കീർത്തനം 27 സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. അപ്പം ഒരു ഭക്തൻ, പഴയ നിയമ ഭക്തൻ, അതായത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്, ദാവീദാണ് ഭക്തൻ. ആ ഭക്തൻ എഴുതി വെച്ചിരിക്കുകയാണ്, എന്റെ രക്ഷ ആരാണ്? യഹോവയാണെന്ന്. അപ്പൊ രക്ഷയ്ക്ക് ഇത്രയധികം പ്രാധാന്യം, അതായത് നമ്മൾ രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം
ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ഈ പുസ്തകം നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ രക്ഷപ്പെടേണ്ടതാണ്, അല്ലെ? രക്ഷയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത ഒരു പുസ്തകം വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിൽ വേറൊരു പുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ പുസ്തകം പറയുന്നു എന്താണ്? 27-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ എന്റെ വെളിച്ചമാണ്, അതുപോലെ തന്നെ എന്റെ രക്ഷയുമാകുന്നു. അല്ലേ? നമ്മളൊക്കെ ജീവിതത്തില് പ്രശ്നങ്ങളിലും പ്രതികൂല സമയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോ അതിൽ നമുക്കൊരു എന്താ പറയാ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്നൊരു വിമോചനം കിട്ടുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയ്യോ രക്ഷപ്പെട്ടു. ഏത് സാഹചര്യമാണെങ്കിലും, ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും പഠിക്കാൻ വളരെ വീക്കാണെങ്കിലും, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വളരെയധികം ജയിച്ചു പോകുന്ന കുട്ടികളാണെങ്കിലും, എന്താ പറയാ എങ്ങനെയും കഷ്ടപ്പെട്ട് ജയിച്ചു പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് എന്താണ്? പേടിയാണ്. അപ്പൊ അവർ ജയിച്ചു എന്ന റിസൾട്ട് വരുമ്പോ അവർ പറയും, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ജയിച്ചു എന്ന് പറയുമ്പോൾ അവർ രക്ഷപ്പെടിയില് അവിടെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുകയോ എന്തെങ്കിലും ഇതിൽ നിന്നൊക്കെയും വലിയ കുഴപ്പമില്ലാതെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടു, അയ്യോ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ദൈവവചനത്തിന് ഈ രക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ദാവീദ് എഴുതിയിരിക്കുകയാണ്, എന്റെ രക്ഷ ആരാകുന്നു? യഹോവയായ ദൈവമാകുന്നു എന്ന് പറയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-39 നമ്മൾ വായിക്കുമ്പോ, സങ്കീർത്തനം 37-39 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നീതിമാന്മാരുടെ രക്ഷ. ഇപ്പൊ നീതിമാനാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രക്ഷ കിട്ടത്തുള്ളൂ, അല്ലാതെ രക്ഷ കിട്ടത്തില്ല എന്നായിരിക്കും ദാവീദ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെ? നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പൊ ദുഷ്ടന്മാർക്ക് അവിടെ രക്ഷയില്ല എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ രക്ഷ ഒരു തുടക്കമായി, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നെന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകം 12:2 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ ദൈവം എന്റെ രക്ഷ. അപ്പൊ ഈ പഴയ നിയമ ഭക്തന്മാരും പ്രവാചകന്മാരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? ദൈവമാണ് അവരുടെ രക്ഷ, അല്ലെ? ദാവീദ് പറഞ്ഞു, യഹോവയാണ് എന്റെ രക്ഷ, യഹോവയായ ദൈവമാണ് രക്ഷ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കണം, ഇതാ ദൈവം എന്റെ രക്ഷ. അപ്പൊ ദൈവം ഒരു രക്ഷയായിട്ടാണ് ദൈവത്തെ എന്ത് ചെയ്യുന്നത്? ദൈവവചനം അങ്ങനെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയതാണെങ്കിൽ തന്നെയും ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങളെന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? രക്ഷയ്ക്ക് ഇതിലേറെ പ്രാധാന്യം നൽകിയിരിക്കുന്ന വേറെ പുസ്തകമില്ല. അപ്പൊ മനുഷ്യൻ എപ്പോഴും വേണ്ട ഒരു രക്ഷ, അവൻ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവനെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ അവനൊരു രക്ഷ ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല? ആ രക്ഷയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? ഈ തൃത്വ പെന്തക്കോസ്തുകാർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിക്കും. രണ്ടാമത്തെ എന്താ ചോദിക്കുന്നത്? വല്ല കല്യാണമൊക്കെ ആണെങ്കിൽ ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നോക്കാം, മറ്റുള്ളവരാണെങ്കിൽ വേണ്ട. അപ്പൊ ഇങ്ങനെ ഒരു മാനദണ്ഡം വെച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ബേസിക് സെറ്റപ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്പ് മാത്രമാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഒരു ബേസിക് സ്റ്റെപ്പ് മാത്രമാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷ എങ്ങനെയാണ്? കൃപയാലല്ലോ നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ കൃപയിൽ നിന്നാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. അല്ല നമുക്ക് ഈ രക്ഷ സ്വന്തമായിട്ട് കിട്ടിയതല്ല രക്ഷ.
അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? രക്ഷയ്ക്കായി ആഗ്രഹിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ് ദൈവവചനം നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകം 25:9 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു. 25-ാം അധ്യായം 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനത്രേ നാം കാത്തിരിക്കുന്നത്, അവൻ വന്ന് നമ്മെ രക്ഷിക്കും. അപ്പോ പ്രവാചകൻ പ്രവചന ദൂത് എഴുതിയിരിക്കുകയാണ്, അവൻ അത്രേ നാം കാത്തിരിക്കുന്നത്. ഇത് ബെത്ലഹേമിൽ യേശുക്രിസ്തു വരുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്യത്തെക്കുറിച്ച്. യേശു കർത്താവ് വരും, അതായത് ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വരും എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആ വാക്യത്തിൽ വളരെ വ്യക്തമായി നിഴലിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കർത്താവിന്റെ വചനം എന്താണ്? രക്ഷയ്ക്ക് ഉതകുന്ന ഒരു വചനം തന്നെയാണ്. ആ വചനത്തിലൂടെ അല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രക്ഷപ്പെടാനും പറ്റുകയില്ല, രക്ഷിക്കപ്പെടാനും പറ്റുകയില്ല, രക്ഷ നേടിയെടുക്കാനും പറ്റത്തില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 3:23 നമ്മൾ വായിക്കുമ്പോൾ, യിരെമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ. അല്ലെ, ഇസ്രായേലിന് രക്ഷയുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? ഇസ്രായേലിന് ദൈവമായ യഹോവയിൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ രക്ഷിക്കപ്പെടാതെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? രക്ഷ ലഭിക്കുവാനേ പോകുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയ ഒരു സത്യം എന്ന് പറയുന്നത്. അല്ലേ? സ്വന്തം ജനമെന്നാണ് ഇസ്രായേൽ ജനത്തെ വിളിക്കുന്നത്. അപ്പൊ സ്വന്തം ജനം, അപ്പൊ സ്വന്തം ജനത്തിന് യഹോവയിലേക്ക് നോക്കാതെ രക്ഷയില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് യേശുക്രിസ്തുവിനെ നോക്കാതെ യാതൊരു രക്ഷയും ഈ ലോകത്ത് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞത് മറ്റൊരുത്തനിലും രക്ഷയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷപ്പെടേണ്ടതിന്. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണിത്, അല്ലേ? മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പഴയ നിയമത്തിൽ യഹോവയാണെങ്കിൽ പുതിയ നിയമത്തിൽ അവൻ യേശുക്രിസ്തു എന്ന പേര് എടുത്ത് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നു. അല്ലെ? ജനത്തെ അവന്റെ പാപങ്ങൾ മോചിക്കേണ്ടതിന് അവന് യേശു എന്ന പേരിടണമെന്ന് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം അരുളി ചെയ്തു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ള രക്ഷ പ്രാപിക്കാതെ ഒരുവനും ഈ ഭൂമിയിൽ നിന്ന്, അതായത് മരിച്ച് കർത്താവിന്റെ ന്യായവിധി ദിവസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, അതിൽ നിന്ന് ന്യായവിധിയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതാണ് ഒരു തുടക്കമാണ് രക്ഷ എന്ന് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സെഫന്യാവിന്റെ പുസ്തകം 3:17 നമ്മൾ വരുമ്പോ, സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ 3:17 എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയൊരു കാര്യമാണ്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനാണ്, നിന്റെ മധ്യേ ഇരിക്കുകയാണ്. പക്ഷെ എന്താണ്, നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് രക്ഷ എന്നൊരു സംഭവം നമുക്ക് എല്ലാവർക്കും അവനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെ? മർക്കോസിന്റെ സുവിശേഷം 16:16 നമ്മൾ വരുമ്പോ ഒരു കാര്യം പറയുന്നുണ്ട്. 16:16
നമ്മൾ വരികയും ചെയ്യും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കണം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യണം? അവന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നാലേ ആ രക്ഷ വരത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, രക്ഷ കടന്നു വരത്തില്ല എന്നാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം? എവിടെയാണ് നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്ത് ദൈവവചനത്തിലേക്ക് കടന്നു വരണം. ദൈവവചനത്തിലേക്ക് കടന്നു വരാതെ കടക്കാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ അവഗണിച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ജനങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. അല്ല, രക്ഷ അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇത് കർത്താവിന്റെ ആ വരവിന് മുമ്പായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കർത്താവിന്റെ വരവിൽ അവന്റെ മണവാട്ടിയായി എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. രക്ഷിക്കപ്പെടണമെങ്കിലുള്ള മാനദണ്ഡം എന്താണെന്ന് മർക്കോസ് 16:16 നമ്മൾ വായിച്ചു. വിശ്വസിക്കണം, സ്നാനമേൽക്കണം. ആരിൽ വിശ്വസിക്കണം? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, അവന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും വേണം. എന്നാലേ രക്ഷ എന്ന മാനദണ്ഡം കിടന്നു വരത്തുള്ളൂ. അല്ലാതെ തങ്കുബദർ പഠിപ്പിച്ചതുപോലെ എന്താണ് രക്ഷ എന്ന് പറയുന്ന തുടക്കമാണ്, അങ്ങനെയല്ല. ഇവിടെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കണം, അതൊരു സ്നാനമേൽക്കണം. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രക്ഷയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശോധന ചെയ്യണം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? കർത്താവിൽ ഉറച്ചാണോ നിൽക്കുന്നത്? ദൈവവചനത്തിന്റെ അടുക്കലേക്ക് വന്ന് ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം, അല്ലേ? സമൃദ്ധി ശുശ്രൂഷകാർ എന്ന് പറയും, പ്രാപിച്ചോ പ്രാപിച്ചോ. എന്താണ് പ്രാപിക്കുന്നതെന്ന് ആ പറഞ്ഞ ആൾക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കും അറിയത്തില്ല. സമൃദ്ധി ശുശ്രൂഷകരുടെ പഠിപ്പീരാണ് വന്ന് പ്രാപിച്ചോ, അല്ലെ? കാറ് വന്ന് മേടിച്ചോ, വീട് വന്ന് മേടിച്ചോ, കൊട്ടാരം വന്ന് മേടിച്ചോ, എയറോപ്ലെയിൻ വന്ന് മേടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പറ്റിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു സുവിശേഷം, രക്ഷയുടെ സുവിശേഷത്തിന് എതിരായി മറ്റൊരു സുവിശേഷം അവിടെ എന്ത് ചെയ്യുന്നു? പ്രചരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, കോട്ടയത്തും സമീപ പ്രദേശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പേര് അതാണ്. കോട്ടയത്തല്ല, ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്, തിരുവനന്തപുരത്തും ഒക്കെയോ പലയിടത്തും ഉണ്ട്, കൊല്ലത്തും അടൂരും ഒക്കെ ഇങ്ങനെ ഈ സമൃദ്ധിയുടെ സുവിശേഷം ഇങ്ങനെ വ്യാപരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വ്യാപരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന സുവിശേഷം എന്താണ്? നിങ്ങളെ രക്ഷിക്കുന്ന സുവിശേഷമല്ല. വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും രക്ഷിക്കാൻ പോകുന്ന സുവിശേഷം അല്ല ഇവിടെ നടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എന്താണ്? ഭൗമികമായി ഈ ലോകത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലതും കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന ചില സുവിശേഷങ്ങൾ മാത്രമാണ്. കർത്താവിന്റെ രാജ്യത്തേക്ക് പോകാനുള്ള കാര്യമൊന്നും അവിടെ പഠിപ്പിക്കുന്നില്ല. അവിടെ തൊട്ട് നിങ്ങൾക്ക് കാണാനും കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 തിമോത്തിയോസിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 4:10 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. അല്ലേ? എന്താണ് ഇവിടെ കാണുന്നത്? 4:10 അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെ പ്രത്യേകിച്ച് വിശ്വാസികളുടെ രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ജീവനുള്ള ദൈവം,
അല്ലെ? നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആ ജീവനുള്ള ദൈവമാണ്. അവൻ രക്ഷിതാവോടാണ്. അവൻ രക്ഷിതാവായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, അല്ലേ? അപ്പോ രക്ഷിതാവായി ഇപ്പൊ എന്നാ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുമെന്ന് പൗലോസ് പറയുന്നില്ല എന്ന് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലായി. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എല്ലാ മനുഷ്യർക്കും ഇത് രക്ഷയുടെ ആവശ്യമൊന്നുമല്ല, അല്ലെ? എല്ലാ മനുഷ്യരും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എല്ലാ മനുഷ്യരും ശിക്ഷയുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. കർത്താവിന്റെ ദിവസം വരുമെന്ന് എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നില്ല. പക്ഷെ ദൈവവചനം പറയുന്നു അങ്ങനെ ഒരു ദിവസമുണ്ട്. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അത് തോന്നിക്കണമെന്ന് നിർബന്ധവുമില്ല, ഇല്ലേ? പൗലോസ് അപ്പോസ്തലൻ ഈ പുസ്തകം എഴുതുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഈ പുസ്തകം എഴുതിയത്, അല്ലെ? എല്ലാവരും രക്ഷിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട്, അല്ലെ? അത് വളരെ നടക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ കുറേയധികം നിരീശ്വരവാദികളുണ്ട്, മറ്റ് പ്രസ്ഥാനക്കാരുണ്ട്, ഇങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അവരൊന്നും എന്ത് ചെയ്യത്തില്ല, ഈ രക്ഷയെ സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ദൈവോട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? ഒരു നരകം എന്തായാലും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി ഒരു നരകം ദൈവം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ പോകാതെ ഇരിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രക്ഷയിലേക്ക് അല്ലെങ്കിൽ രക്ഷയുടെ മാർഗം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യമാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ വാസ്തവം എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 14:17 നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് നമ്മളിപ്പോ വായിച്ചത്, അല്ലെ? അപ്പോ എന്താണ്? എല്ലാ മനുഷ്യരും ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എന്താണ്? അവരെ സൂക്ഷിക്കുകയും അവർക്കായി കരുതുകയും ചെയ്യുന്ന ആരാണ്? ദൈവമാണ്. അത് എന്താണ്? അതുമല്ല, ദൈവം ഒരുവൻ രക്ഷയ്ക്കായി ആഗ്രഹിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ അവന്റെ പാപം ക്ഷമിച്ചവൻ എന്ത് ചെയ്യുന്നു? നിത്യജീവൻ എന്ത് ചെയ്യുന്നു? കൊടുക്കുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ 17-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 25, അതായത് പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ളവർക്ക് താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്നതുപോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. 27-ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഔട്ടാണ്. അവിടെ നമ്മൾ ശരിക്കും അവിടെ പോയിന്റ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, താൻ എല്ലാവർക്കും എന്താണ്? ജീവനും ശ്വാസവും നൽകുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് വചനം രേഖപ്പെടുത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, താനെ എല്ലാവർക്കും എന്താണ്? ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ മനുഷ്യർക്ക് എല്ലാ ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നത് ആരാണ്? ദൈവമാണ്, അല്ലേ? പല ആളുകളും വിചാരിക്കും മനുഷ്യൻ ഒരു യന്ത്രമാണ്, എവിടെയോ ജനിച്ചു വളരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഒരു ഉടയവൻ ഉണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അല്ലെ?
സൃഷ്ടിയായ നാം സൃഷ്ടാവിലേക്ക് നോക്കേണ്ടത് അത്യന്തമായ ഘടകമാണ്. നാം ഒക്കെ അവന്റെ നിർമ്മിതികളാണ്. അത് മനസ്സിലാക്കണമെന്നാണ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആണ് എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവരാകിയ വല്ലതും മുട്ടുള്ളവൻ. അപ്പൊ ഇതൊക്കെയും വായിക്കുന്നുണ്ടെങ്കിലും ആൾക്ക് എന്ത് ചെയ്യുന്നില്ല? ഇങ്ങനെ ഒരാൾ ഉണ്ടോ? കാരണം നമുക്ക് ഈ ജീവനും ശ്വാസവും സകലവും ഒക്കെ തരുന്ന ഒരാളുണ്ടോ എന്ന് പല ആളുകളും ചിലരൊക്കെ തപ്പി നോക്കുന്നുണ്ട്, ചിലര് തപ്പി നോക്കുന്നില്ല. അങ്ങനെ ആൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല. അതാണ് താഴോട്ട് നമ്മൾ വായിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലെ? അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. പക്ഷെ സപ്പോസ് ഒരു കാര്യം പറഞ്ഞു, അവൻ ഒരിക്കലും അകന്നിരിക്കുന്ന ദൈവമല്ല എന്നാണ്, അവൻ അടുത്ത് വരുന്നവനാണ് എന്നുള്ള കാര്യവും അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ എന്ത് ചെയ്തു? തപ്പി നോക്കി എന്ത് ചെയ്തു? കണ്ടെത്തുമോ എന്ന് വിചാരിച്ച് ആരാണ്? ജീവനും ശ്വാസവും നൽകുന്ന ദൈവം. അവനെന്ത് ചെയ്തു? 26-ാമത്തെ വാക്യത്തിലെ ഭൂതലത്തിൽ എങ്ങും അവൻ കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. ഒരുത്തൻ എന്ന് പറയുന്ന ആദാമിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദാമിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരൊരു നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ദൈവത്തിനൊരു കാലമുണ്ട്. ദൈവം മനുഷ്യന് ഒരു കാലം വെച്ചിട്ടുണ്ട്, ഒരു അതിര് വെച്ചു, സമയം വെച്ചു. ഇതൊക്കെ ദൈവം മനുഷ്യന് മുമ്പിൽ വച്ചിരിക്കുന്ന കാര്യം മനുഷ്യൻ പോലും അറിയുന്നില്ല, അല്ലെ? ഓരോ കാലങ്ങൾ കഴിയുമ്പോഴും നമ്മൾ അറിയുന്നു നമ്മുടെ കാലങ്ങൾ, നമ്മുടെ ആയുസ് തീരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ ദിവസം കഴിയുന്നതോറും നമ്മുടെ ആയുസ് കുറഞ്ഞു വരികയാണ്, അല്ലെ? മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആയുസ്സിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവം ഒരതിര് മനുഷ്യന് വെച്ചിരിക്കുന്നു, അല്ലെ? ഏറിയാല് 70, 80 എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ദൈവത്തിന് അറിയാം. എത്ര നാൾ അവൻ ജീവിച്ചിരിക്കുമെന്നും, എത്ര നാൾ അവൻ ഉണ്ടാവുമെന്നും, എത്ര നാൾ അവൻ ഭൂമിയിൽ ഉണ്ടാവുമെന്നും, എത്ര നാൾ അവൻ ദൈവത്തെ അറിയാതെ നടക്കും എന്ന് വരെയും വളരെ വ്യക്തമായിട്ട് നമ്മളെ കുറിച്ച് അറിയാവുന്ന, പരിചയമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്നും ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ രക്ഷയെ മറന്നുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങളെ വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കണം. കൂടുതലായിട്ട് ഭാരപ്പെടുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അഡ്മിന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ കൂടെയിരിക്കണം. പ്രാർത്ഥന: സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട സ്തോത്രം, മാനവും മഹത്വം എടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. സ്തോത്രം.